ഓം ശാന്തി. ബിലീവ് ഇൻ ഇംപോസിബിൾ. അസാധ്യമായതെന്തോ അതിൽ വിശ്വസിക്കുക. അതായത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം, ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഒരിക്കൽ പോലും സാധ്യമല്ല എന്ന് തോന്നുന്നതായിരിക്കാം. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എപ്പോഴും ആ സാഹചര്യത്തിന് മുമ്പിൽ നമ്മുടെ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് നമ്മളിൽ ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും വെക്കരുത്. അതെനിക്കൊരിക്കലും സാധിക്കില്ല, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് വിചാരിക്കാതെ നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ഭാവനകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കും. നമ്മുടെ കഴിവുകൾ നമ്മൾ വിശ്വാസം അർപ്പിക്കും. നമ്മളെ ഓരോ ആത്മാക്കളുടെയും ഉള്ളിൽ അന്തലീനമായിരിക്കുന്ന അഭൂതമായ ശക്തിയിൽ വിശ്വസിക്കും. ഈ ഒരു വാക്യം നമ്മൾ കൂടുതൽ ഹോപ്പ് ആൻഡ് കറേജ് ക്രിയേറ്റ് ചെയ്യും. പ്രതീക്ഷകൾ ഉളവാക്കുകയും ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കുവാൻ നമ്മൾ ധൈര്യം നിറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതൊരു നവീകരണ പ്രക്രിയ കൂടിയാണ്. ധീരമായ പ്രവർത്തനമാണ് നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണം, പുതിയതെന്തെങ്കിലും ചെയ്യണം, അത് വളരെ സധൈര്യം ചെയ്യണം. ഒന്നിന്റെ മുമ്പിൽ മടിച്ചു നിൽക്കാതെ ആ ഒരു ദൃഢമായ തീരുമാനമെടുത്ത് മുന്നേറും. നമുക്ക് ലോകത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കാലത്ത് മനുഷ്യൻ അസാധ്യമെന്ന് വിചാരിച്ചിരുന്നത്. ഇന്ന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? മാത്രമല്ല, ഈ ഒരു കോട്ടിങ്സ്, അതായത് ബിലീവ് ഇൻ ദ ഇംപോസിബിൾ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഡിറ്റർമിൻ മൈൻഡ് സെറ്റ്, അത് നിശ്ചയദാർഢ്യമുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഉദാഹരണമായിട്ട്, പണ്ട് കാലത്ത് റൈറ്റ് ബ്രദേഴ്സ് വിചാരിച്ചിരുന്നത് മനുഷ്യന് പറക്കാൻ കഴിയുമെന്നാണ്. പണ്ട് നമ്മൾ വിചാരിച്ചത് പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ കഴിയൂ. പക്ഷെ പറക്കണം നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു, മനസ്സുകൊണ്ട് നമ്മൾ പറന്നു. അങ്ങനെ പറക്കുന്ന മനുഷ്യന്റെ ഇമേജുകൾ നമ്മൾ ഉണ്ടാക്കി. ആ ഇമേജ് നോക്കി നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ആ നടക്കുമോ നടക്കില്ലയോ പ്രതീക്ഷകളൊക്കെ റൈറ്റ് ബ്രദേഴ്സ് സാക്ഷാത്കരിച്ചു തന്നു. അങ്ങനെ ശാസ്ത്രം എയ്റോപ്ലെയിൻ ഉണ്ടാക്കി. ഇതൊക്കെ അസംബന്ധമാണ് എന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്നാൽ അസംബന്ധം എന്ന് പറഞ്ഞത് ഇന്ന് സംബന്ധമുള്ളതാക്കി തീർത്തു. ചില ആളുകൾ ചില മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറില്ലേ? അത്ര പെയിൻഫുള്ളായ ആ രോഗത്തിൽ ഡോക്ടേഴ്സ് പോലും പറയും പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്ന കേസിൽ പോലും ചില രോഗികൾ അവരുടെ ആത്മവിശ്വാസം കൊണ്ട് അവർ രോഗത്തെ ജയിച്ചു, മനഃശക്തി കൊണ്ട് ശരീരത്തെ ജയിച്ചു. അപ്പൊ അവിടെയും പോസിബിളാണ്, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കി. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലൊരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് നാളെ സയന്റിസ്റ്റ് ആകണം. ആളുകളൊക്കെ ചിരിച്ചു, കളിയാക്കി, നിന്നെ കൊണ്ട് സാധിക്കുന്നു. പക്ഷേ സാധിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ജി നല്ലൊരു ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുൻപിലുണ്ട്. എല്ലാവരും ഡിസ്കറേജ് ചെയ്തു. ബിലീവ് ഇൻ ദ ഇംപോസിബിൾ എന്ന ഒരു മാനസികാവസ്ഥ എന്നെ എൻകറേജ് ചെയ്തു. അങ്ങനെ മറ്റുള്ളവർക്കത് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും സാധിക്കും. നമുക്ക് ധാരാളം പോരായ്മകൾ ഉണ്ടായിരിക്കാം, ഒക്കെ ആയിക്കൊള്ളട്ടെ. അതിനേക്കാൾ ഉപരി നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം പോസിറ്റീവാക്കി
കറേജ്ഫുള്ളാക്കി എൻകറേജ് ചെയ്യുന്നോ, അതിനനുസരിച്ച് നമുക്ക് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും, ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തെ പോസിബിൾ ആക്കി മാറ്റാം. കാരണം ഇമ്പോസിബിൾ എന്ന വാക്കിൽ തന്നെ എനിക്കത് സാധിക്കുമെന്നൊരു മീനിങ് ഉണ്ട്. ആ വാക്കൊന്ന് നിർത്തി നിർത്തി വായിക്കും. ഒറ്റ നോട്ടത്തിൽ ഇമ്പോസിബിൾ, സൂക്ഷിച്ചു നോക്കിക്കേ, ഐ ആം പോസിബിൾ എന്നാണ്. അപ്പോ എനിക്കത് സാധിക്കും. അത്രയധികം പൊട്ടൻഷ്യലോടുകൂടിയാണ്, സർവശക്തികളും നിറച്ച് നല്ല ബുദ്ധിശാലികളായിട്ട് തന്നെയാണ് ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈശ്വരൻ ഏതുപോലെ പെർഫെക്റ്റ് ആണ്, ആ പെർഫെക്ഷൻ തന്നെയാണ് നമ്മളിലുമുള്ളത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ഈശ്വരനിൽ എന്തെല്ലാം ശക്തികളും ഗുണങ്ങളും ഉണ്ടോ, ആ ഗുണങ്ങളെല്ലാം ഈശ്വര സൃഷ്ടിയായ നമ്മിലുമുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയാറുണ്ട്, നമ്മളും ദൈവം തന്നെയാണ്. ഇതിന്റെ അർത്ഥം എത്രയാണ്? ഈശ്വരൻ എതുപോലെ പൂർണ്ണനായിരിക്കുന്നു, ആ പൂർണ്ണത നമ്മളിലുമുണ്ട്. ഒരു ശില്പി ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ ശില്പിയുടെ പെർഫെക്ഷൻ അതേ ശില്പത്തിലുണ്ടാവും. ഒരു കലാകാരൻ പെർഫെക്റ്റ് ആണെങ്കിൽ അതേ ചിത്രത്തിൽ ആ പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഈ വിശ്വത്തിന്റെ ചിത്രകാരനും കലാകാരനും ഭഗവാന്റെ കയ്യൊപ്പ് നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ഇംപെർഫെക്റ്റ് അല്ല, നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണ്. സോ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. ഓം ശാന്തി.